ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വീട്ടിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഒരു ക്ഷീണം പോലെ വീട്ടിൽ പോകാനല്ല കേട്ടോ. പിന്നെ ശരിക്കും എനിക്കെന്തോ ഒരു പണിയൊക്കെ അത്യാവശ്യം കഴിഞ്ഞു. പിന്നെ ചോറ് ഞാൻ വെച്ചു ഇവിടെ, കറി വെക്കാൻ അരയ്ക്കാൻ വരുമ്പോഴത്തേക്ക് കറണ്ട് പോയി. അപ്പോൾ ഞാൻ വിളിച്ചെന്നാൽ പിന്നെ വീട്ടിലേക്ക് പോകാമെന്ന്. അപ്പോൾ ഞാൻ വിളിച്ചു വീട്ടിൽ പോയി അമ്മയുടെ ചോറും കറിയും കഴിക്കാമെന്ന്. അപ്പോൾ നമ്മൾ പോവാണ്. വീട് എവിടെയല്ല, നമ്മളെ വീട് പോയിനാച്ചാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അമ്മേൻ്റെ വീട്. അടുത്തടുത്തായതുകൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഗിരിചേട്ടനില്ല, പിള്ളേർ രണ്ടുപേരും സ്കൂളിൽ പോയിട്ടുണ്ട്. അപ്പോൾ അവർ വരാനാകുമ്പോഴത്തേക്ക് വന്നാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വണ്ടി എടുത്ത് പോകാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് നമ്മുടെ കറികളൊക്കെ എന്തൊക്കെയാണെന്നും ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അവിടെ കാണാം. ഓക്കെ. എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഓൺ വോയിസ് വീഡിയോ ചെയ്യുന്നത്. അപ്പം വീഡിയോ രസം ഉണ്ടെങ്കിൽ പറയണം. അപ്പം ഞാൻ ഓൺ വോയിസിൽ തന്നെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും പ്രത്യേകിച്ച് വേറെ ഒരു പണിയുമില്ലാത്ത സ്ഥിതിക്ക് ഇനി വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം. ഞാൻ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ഇവരിങ്ങനെ മുഖത്തോട് മുഖം നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് സമയം ഞാനും അവിടെ ഇരുന്ന് മുഖത്തോട് മുഖം നോക്കി കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു കേട്ടോ. ഞങ്ങൾക്ക് എപ്പോൾ കണ്ടാലും എന്തെങ്കിലുമൊക്കെ കഥ പറയാനുണ്ടാവും. എപ്പോഴും അങ്ങനെയാണ് കേട്ടോ. ഞങ്ങളൊന്നെങ്കിൽ നാട്ടുകാരുടെ കഥ അല്ലെങ്കിൽ വീട്ടുകാരുടെ കഥ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും നമുക്ക് പറയാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ഞാൻ നേരെ അടുക്കളയിലേക്ക് പോയി. അടുക്കളയിൽ അമ്മ സാമ്പാറും നമ്മുടെ മത്തങ്ങയും പയറും എലിശ്ശേരിയും പിന്നെ അതുപോലെ ചോറും ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ വന്നത് തന്നെ അതിനാണല്ലോ. അപ്പോൾ പിന്നെ ഇനി ഞാൻ വൈകിപ്പിക്കേണ്ടെന്ന് കരുതി അങ്ങനെ അമ്മേനെ നോക്കി ഞാൻ നിൽക്കാം കേട്ടോ. അമ്മ ഒരു പാത്രം എടുക്കാൻ പോയത് ഇതുവരെ കാണുന്നില്ല. പുറത്താണ് പാത്രം. അപ്പം പാത്രം എടുത്തിട്ട് വരാൻ വേണ്ടി വിട്ടതാ, ഇതുവരെ വന്നില്ല. പാത്രം കഴുകിയിട്ട് എടുക്കണം കേട്ടോ. അതെനിക്കറിയത്തില്ലല്ലോ. ഞാനിപ്പോ കഴുകിയാണ് കൊണ്ടുവച്ചത്. മതി. എന്റെ കുഞ്ഞു വരുമ്പോഴത്തേക്ക് അതിൻ്റെ പകുതി മതി എനിക്ക് അത്ര മീൻ വലിയ ഇഷ്ടമല്ല. കുറേ എലിശ്ശേരി എന്ത് ചീഞ്ചട്ടിയിലല്ല. എനിക്ക് അത് ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണം എന്താ ഞാൻ കടുവറുത്ത് അതിൽ തന്നെ ഇട്ടെന്ന് മാത്രം. വേറെ പാത്രം വളച്ചു പോകുന്നു പാത്രം മാറ്റുമ്പോൾ മതി. അച്ചാർ കൊടുത്തു. തൈര് വേണോ? തൈര് വേണം. നീ ആ അച്ചാർ എടുത്തില്ലേ ഞാൻ തന്ന? എൻ്റെ തീയതി ഇപ്പോൾ എന്തെല്ലാം അച്ചാർ? എനിക്ക് എൻ്റെ ചാറ് കുറേ വേണ്ടായിരുന്നു. കഷ്ണമില്ല. ഈ അച്ചാറാക്കിയാൽ എന്തായാലും പീടിയിൽ എടുക്കും അച്ചാർ. എനിക്ക് മതി. നല്ല വാങ്ങുന്നുണ്ട് അച്ചാർ. നിങ്ങൾ ആക്കിയതല്ലായിരിക്കും ഇത്. തൈരോ സാമ്പാറും ഉണക്കമീനും പിന്നെന്ത് മത്തങ്ങ പയറെലിശ്ശേരി. ഇത്രയും കറി ഉണ്ടായിട്ടാണോ നമുക്ക് അറിയില്ലെന്ന് പറഞ്ഞേ. സൈഡിൽ മതി. അത് അതിൻ്റെ മീത്ത തന്നെ ഉണ്ട്. സൈഡിൽ നിന്ന് പ്രത്യേകം പറഞ്ഞു. അതാ ഇതിലേക്ക് വരികയല്ലേ സൈഡിൽ ഒഴിച്ചാലേ. ഇഷ്ടം അച്ചാർ ഇവിടെ ഉണ്ട് കേട്ടോ. അച്ചാർ ഇവിടെ ഉണ്ട്. നമ്മൾ ഉണക്കമീൻ പൊരിക്കുന്നതിൽ ഉള്ളി ഇടും. നീരുള്ളി ഉണ്ടല്ലോ, നീരുള്ളി അല്ല സവോള ഉണ്ടല്ലോ, അത് ചെറിയ പീസാക്കി ഇടും. പിന്നെ പച്ചമുളക് ഇടും. അപ്പോൾ ആ ഉണക്കമീൻ വെച്ചിന് ഭയങ്കര ടേസ്റ്റാണ്. അടിപൊളി ടേസ്റ്റാണ് ആ ഉണക്കമീൻ വെച്ചിന്. അപ്പം എൻ്റെ പാത്രത്തിൽ ചോറ് മൊത്തം തിന്നണമെങ്കിൽ അമ്മച്ചിയുടെ അടുത്തേക്ക് തന്നെ വരണം.
കേട്ടാൽ അമ്മച്ചി പൊങ്ങി പോവും. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് ചക്ക പറിക്കാൻ പോകും. ചക്ക അപ്പുറത്തെ വീട്ടിൽ ചക്കയുണ്ട്, ചക്ക നമുക്ക് പറിക്കാം. പിന്നെ ഇവിടെ വന്നാൽ എനിക്ക് ഈ പാത്രം കഴുകാൻ ഭയങ്കര മടിയാണ് കേട്ടോ. പക്ഷേ ഇപ്പം ഞാനത് ശീലിച്ച് വരുന്നുണ്ട്. നമ്മളത് ചെയ്യുന്നത് തെറ്റാണെന്ന് തോന്നുന്നു. തെറ്റല്ല. പാത്രം കഴുകണോ? വേണ്ടല്ലേ? കഴുകിയില്ല, ചുമ്മാ കഴുകി വെക്കാം. അമ്മയ്ക്ക് സങ്കടം വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പാത്രം ചുമ്മാ ഒന്ന് കഴുകി വെച്ചു. എൻ്റെ തല നോക്കണം, പുറകെ ഞാനുണ്ട്. തോട്ടി കൊണ്ട് എൻ്റെ തലക്കടിക്കരുത്. വേണ്ട, ഒന്ന് ഞാൻ എടുക്കാം. നിങ്ങൾ ഷർട്ട് ഇട്ടിട്ട് പോവാ. മുല്ലപ്പൂ പണ്ടായിരുന്നു, പണ്ടത്തെ പിള്ളേർക്കായിരുന്നു മുല്ലപ്പൂവിൻ്റെ ഭ്രാന്ത്. ഇപ്പം അതൊന്നുമില്ല. എന്തിന് നിങ്ങൾ എവിടെ പോന്നെ? ചക്ക വെട്ടാൻ മുറം ആവശ്യമായി വന്നതുകൊണ്ട് ഞാൻ മുറം എടുക്കാൻ വന്നതാണ് ഗൈസ്. മുറത്തിൽ അരിയുണ്ടമ്മേ, അരി അമ്മേ, മുറത്തിൽ അരിയുണ്ട്, അരി. കത്തി എടുക്കണോ? വൃത്തിയാക്കാൻ കത്തി എടുത്തില്ല. കത്തി എവിടെയും കത്തി കിട്ടി. Today, full English. Remember full English. Today we have to make what, mommy? Chakka curry. Today we have to make chakka curry. Then open the door alla. Open the പാത്രത്തിന്റെ അടപ്പിനെന്നാണ് പറയുന്നത്? Open the plate. അല്ലെങ്കിൽ നമുക്ക് ഓപ്പൺ ദ ഡോർ. Then chakka is then put it some coconut and red chilli, garlic, red chilli not green chilli. Then mix it. Then mix it well mixing. Come let's fast. My children coming into house. Then shake it. Then shake. Where are we going? Come. Let's make chakapulku. Not cooked. Speak in English. നമ്മൾ തിന്നൊന്നുമില്ല. ഓ പാത്രം ഒരു ഇലക്കകത്ത് പോയി ചെന്നാൽ മതി. എടുക്കണം. ഇലയല്ലേ, സ്വർണ്ണം എടുക്കാൻ പറഞ്ഞു. നീ പോയി കഴിഞ്ഞു.
നെക്സ്റ്റ് ഡേ വരാം കേട്ടോ.